ഹായ് ഹലോ എല്ലാവർക്കും ഹാപ്പി വിഷു ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷു ആശംസിക്കുന്നു. ബിക്കോസ് നമ്മൾ പിന്നെയും കാണാൻ പോകുന്നത് ഇനിയും വിഷു കഴിഞ്ഞിട്ടായിരിക്കും. ഇന്ന് നമ്മളുടെ ടോപ്പിക് ഓപ്പൺ പോസ് ആൻഡ് 40+ വരുന്ന ആക്നെയെക്കുറിച്ചാണ്. ഓപ്പൺ പോസ് എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ചാൽ നമ്മളുടെ മുഖത്തുണ്ടാകുന്ന ഓയിൽ ഒരുപാട് നമ്മുടെ മുഖത്ത് സെഗ്രിഗേറ്റ് ആകുന്നത് കൊണ്ടാണ് ഓപ്പൺ പോസ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മളുടെ സ്കിൻ സണ്ണിലോട്ട് ഒരുപാട് എക്സ്പോഷർ ആണെന്നുണ്ടെങ്കിലും ഓപ്പൺ പോസ് ഉണ്ടാകും. ഓക്കെ, ഈ ഓപ്പൺ പോസ് ഒരിക്കലും നമുക്ക് ക്ലോസ് ആക്കാൻ പറ്റില്ല, പൂർണ്ണമായിട്ടും ക്ലോസ് ആക്കാൻ പറ്റില്ല. പക്ഷേ ചില ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് ഓപ്പൺ പോസിനെ ഷ്രിങ്ക് ആക്കാൻ പറ്റും, അതായത് ചുരുക്കാൻ പറ്റും. പിന്നെ കെമിക്കൽ അടങ്ങിയ പ്രോഡക്റ്റുകൾ കൊണ്ട് ഓപ്പൺ പോസ് നിങ്ങൾ ചുരുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും ഒരു സമയത്ത് നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത്, വെയിൽ കൊള്ളുന്ന സമയത്ത് ഓപ്പൺ പോസ് വീണ്ടും വരും. എക്സസ് ആയിട്ടുള്ള ഓയിൽ വെളിയിൽ വരുന്നത് കൊണ്ടും. പിന്നെ ഹെറിഡിറ്ററി ആയിട്ടും ഓപ്പൺ പോസ് വരും കേട്ടോ. ഹെറിഡിറ്ററി ആയിട്ട് എല്ലാവർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, മുഖക്കുരു വരുന്ന ഓപ്പൺ പോസ് വരുന്ന ടൈപ്പ് ഓഫ് സ്കിൻ ആണെന്നുണ്ടെങ്കിലും ഓപ്പൺ പോസ് വരും. ഈ ഓപ്പൺ പോസിനെ കുറിച്ച് നിറച്ച് തെറ്റായ ധാരണകളുണ്ട് നമ്മുടെ ഇടയിൽ. എന്താണെന്ന് വെച്ചാൽ നിറയെ പേര് അങ്ങനെ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. ഓപ്പൺ പോസ് ക്ലോസ് ചെയ്യാൻ പറ്റും, പിന്നെ ആവി പിടിച്ചാൽ ഓപ്പൺ പോസ് ഉണ്ടാകും, ഐസ് വെച്ചാൽ ഓപ്പൺ പോസ് മാറും. അതൊക്കെ തെറ്റാണ് കേട്ടോ. അങ്ങനെയൊന്നും ഓപ്പൺ പോസ് വരികയോ പോവുകയോ ഒന്നും ചെയ്യത്തില്ല. വൺസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് കുറച്ച് നമുക്ക് ചുരുക്കാനേ പറ്റത്തുള്ളൂ. ഒരു 75% 80% നമുക്ക് ചുരുക്കാൻ പറ്റും. അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് മെയിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ഗ്രേപ്സ് ആണ്. ഗ്രേപ്സ് വെച്ചുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഞാൻ ഇന്ന് പറയുന്നത്. ഗ്രേപ്സ് നമ്മുടെ ബ്യൂട്ടി കെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കണ്ടിന്യൂസ് ആയിട്ടൊരു 3 months ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രയോജനം കിട്ടും. നിങ്ങൾ ചെയ്യാൻ തുടങ്ങി ഒരു 15 days 10 days കഴിയുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. പിന്നെ എന്തും തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കൊരു പ്രയോജനം കിട്ടുകയുള്ളൂ. അല്ലാതെ ഒരു ദിവസം 2 ദിവസം 1-2 ദിവസമൊക്കെ ഉപയോഗിച്ചിട്ട് എനിക്ക് പ്രയോജനം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാവും. ഓക്കെ, നിങ്ങൾ കുറച്ച് 15 days അല്ലെങ്കിൽ 2 weeks ഒക്കെ ഉപയോഗിച്ചിട്ട് പറയൂ. 15 days 2 weeks രണ്ടും ഒന്ന് തന്നെയാണ്. സോ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്. അതുകൊണ്ട് അതൊരിക്കലും മറക്കല്. ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്യല്ല, നിങ്ങൾ പറ്റുവാണെങ്കിൽ ഡബിൾ ക്ലീൻസിങ് ചെയ്താലും വളരെ നല്ലതാണ്. കാരണം നമ്മൾ മേക്കപ്പ് ഇടുന്നവരാണെങ്കിൽ ഫൗണ്ടേഷൻ, ഐലൈനർ, മസ്കാര, ഐബ്രോ, ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതെല്ലാം ഇടുവാണെങ്കിലും ഉറപ്പായിട്ട് നമ്മുടെ സ്കിൻ ഡാമേജ് ആകും. അതുകൊണ്ട് 2 പ്രാവശ്യം വാഷ് ചെയ്യുക, ഡബിൾ ക്ലീൻസിങ് ചെയ്യുക, വളരെ നല്ലതാണ്. ആവി പിടിക്കുന്നതുകൊണ്ട് ഓപ്പൺ പോസ് വരില്ല, ഐസ് വയ്ക്കുന്നതുകൊണ്ട് ഓപ്പൺ പോസ് ചുരുങ്ങില്ല, അതൊക്കെ മനസ്സിലാക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ റെസിപ്പീസ് എന്ന് നമുക്ക് നോക്കാം. എല്ലാവരുടെയും പ്രശ്നമാണ് ഓപ്പൺ പോസും മെനോപോസ് പീരീഡുള്ള ആക്നെയും. ഓക്കെ, 40+ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സ്കിൻ കെയർ ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. ഇത് ആക്നെ, ഏത് തരത്തിലുള്ള ആക്നെ ക്യൂർ ആക്കുന്നതിനും പറ്റിയ 2 ഫേസ് മാസ്കുകളാണ് നമ്മൾ പറയുന്നത്. റെഗുലറായിട്ട് ഉപയോഗിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ കേടുണ്ട്, തൈരുണ്ട്, ഹണിയുണ്ട്, ഫ്ലാക്സ് സീഡ് ജെല്ല്, കുറച്ച് റോസ് വാട്ടർ, ഒരു ടൊമാറ്റോ, മുൾട്ടാനി മിട്ടി, ക്യാരറ്റ്, കോൺഫ്ലോർ, പിന്നെ 2 തരത്തിലുള്ള ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കാരണമാണ് കുറച്ച് വേപ്പർ മാതിരി ഉണ്ട്, പക്ഷേ നല്ല ഗ്രേപ്പാണ്. ഓക്കെ, സോ ഇത് ഗ്രേപ്പാണ് നമ്മുടെ ഇന്നത്തെ താരം. ഓക്കെ, ഗ്രേപ്സ് വെച്ചിട്ട്, ഗ്രേപ്പ് സീഡ് ഓയിലൊക്കെ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിൻ കെയറിലൊക്കെ. ഗ്രേപ്സിന് അത്രയ്ക്കും നമ്മളുടെ യങ് സ്കിന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ തരാനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റൊക്കെ അതിലടങ്ങിയിട്ടുണ്ട്. സോ നമുക്കിന്ന് ഗ്രേപ്പ് വെച്ചിട്ട് ഫേസ് പാക്കുകൾ നോക്കാം. ഓപ്പൺ പോസ് ചുരുങ്ങുന്നതിനും, ഓപ്പൺ പോസ് ഇല്ലാതാകത്തില്ല. ഓക്കെ, ഓപ്പൺ പോസ് ചുരുങ്ങുന്നതിനും, 40ൽ നമുക്ക് വരുന്ന ആക്നെ, 30+ മെനോപോസ് പീരീഡിൽ സിസ്റ്റ് ഉള്ളവർക്ക്, PCOD ഉള്ളവർക്കൊക്കെ വരുന്ന ആക്നെ, അതുകൊണ്ടുണ്ടാകുന്ന പോസ്, ആക്നെ മാർക്കൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള പാക്കുകളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലതായിട്ട് ഉടച്ചെടുക്കാം. ഇതിൻ്റെ തോലൊക്കെ നന്നായിട്ട് ഉടച്ച് അതിൻ്റെ എസൻസ് പുറത്തോട്ട് എടുക്കണം കേട്ടോ. നല്ല ഉടച്ച്, നല്ല സ്കിന്നിൽ നിന്നൊക്കെ അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കുരുവിനെ ഇങ്ങോട്ട് മാറ്റിയെടുക്കാം.
കാരണം നമുക്ക് ഫ്ലോലെസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഈ കുരു ഉണ്ടെങ്കിൽ. ഓക്കെ, കുരു എല്ലാം ഞാൻ മാറ്റുവാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 10 ഡ്രോപ്സ് ഓഫ് ഹണി ഒഴിക്കാം. ഇതിനകത്ത് ഹണി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 1 സ്പൂൺ യോഗർട്ട് ചേർക്കാം. കുറച്ച് കോൺഫ്ലോർ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം, നല്ലൊരു പേസ്റ്റായിട്ട്. ഈ മിക്സ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം. റെഗുലറായിട്ടൊരു 30 ഡേയ്സ് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ. ഓപ്പണായ പോഴ്സൊക്കെ നിങ്ങൾക്ക് ചുരുങ്ങാൻ തുടങ്ങും. പിന്നെ ആക്നെ മാർക്സ്, നിങ്ങൾക്ക് മെച്യൂർഡ് ആക്നെ ആണെങ്കിലും, ഒരു 40+ മെനോപോസ് പീരീഡിൽ വരുന്ന ആക്നെ ആണെങ്കിലും, അല്ല നിങ്ങൾക്ക് ടീനേജിൽ വരുന്ന ആക്നെ ആണെങ്കിലും, അതിനൊക്കെ നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണിത്. ഇത് അപ്ലൈ ചെയ്ത് നോക്കാം നമുക്കിപ്പോൾ. ബ്രഷ് ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒട്ടും തന്നെ സ്കിന്നിനെ ഹേർട്ട് ചെയ്യാതെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതൊരു 20 to 30 മിനിറ്റ്സ് ഫേസിൽ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിഞ്ഞൊരു മോയ്സ്ചറൈസർ ഇടുക. നിങ്ങളുടെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ആക്നെ കൊണ്ടുണ്ടായ പോസും അല്ലാതെ തന്നെ ഒരുപാട് വേർക്കുന്നവരും ഓയിലി സ്കിന്നുള്ളവർക്കും പോസ്, ഓപ്പൺ പോസ് ഒക്കെ വരുന്നത് വളരെ നോർമലാണ്. ഓക്കെ, വളരെ സാധാരണമാണ്. നോർമലല്ല, സാധാരണമാണ്. സോ അങ്ങനെ പോസൊക്കെ പോകത്തില്ല. പോസ് കുറച്ചൊക്കെ ചുരുങ്ങാനേ നമുക്ക് പറ്റത്തുള്ളൂ. പോസിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. സോ ചുരുങ്ങി ലാസ്റ്റ് ഒരു വിസിബിൾ അല്ലാത്ത സ്റ്റേജിലേക്ക് എത്തും കേട്ടോ. സോ അങ്ങനെ നമുക്ക് ആക്കാൻ പറ്റും. ഇനി ഇതൊരു 30 ഡേയ്സ് കണ്ടിന്യൂസ് ഇടുക. നിങ്ങൾക്ക് നിറയെ ആക്നെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനും ഇതൊരു നല്ല ട്രീറ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് മെനോപോസ് പീരീഡിലും നിറയെ പേർക്ക് നിറയെ ആക്നെ വരും. PCOD ഉള്ളവർക്ക് നിറയെ ആക്നെ വരും. സോ അതിനൊക്കെ നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ വേറൊരു കാര്യം പറയാനുള്ളത്, ക്ലീൻ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. നിങ്ങൾ ഉറപ്പായിട്ടും ഫേസ് ക്ലീൻ ചെയ്തിരിക്കണം, വാഷ് ചെയ്തിരിക്കണം. ക്ലീൻ ചെയ്തിരിക്കും നല്ല, ഇതെല്ലാം ഇടുന്നതിന് മുന്നേ ഫേസ് വാഷ് ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെ ക്ലീൻ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്ത് 30 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ടു 30 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ആണ് ബെസ്റ്റ്. 30 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ടൊരു 30 ഡേയ്സ് ഇടുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ് ആയിരിക്കും. ചെയ്ത് നോക്കൂ. അടുത്തത് ഞാൻ ഗ്രീൻ കളർ ഗ്രേപ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതും അതുപോലെ തന്നെ മാഷ് ചെയ്ത് നല്ലൊരു സോഫ്റ്റ് ആക്കുക. നല്ല ജ്യൂസൊക്കെ വെളിയിലെടുത്തിട്ടുണ്ട്. എൻ്റെ സ്കിന്ന് മാത്രമേ അതിനകത്തുള്ളത്, റിമൂവ് ചെയ്യേണ്ട, അവിടെ ഇരുന്നോട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്ലാക്സ് സീഡ് ജെല്ല് ചേർക്കാം. ഫ്ലാക്സ് സീഡ് ജെല്ല് ഞാൻ ഓൾറെഡി എടുത്ത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ച് അത് ചേർക്കാം. ഇതിങ്ങനെ ഷാംപൂ പോലെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. എഗ് വൈറ്റ് പോലൊക്കെ ഇരിക്കും. നമുക്ക് കുറച്ച് കോൺഫ്ലോർ ചേർക്കാം. കോൺഫ്ലോറൊക്കെ നല്ല സ്കിൻ വൈറ്റനിങ്, ബ്രൈറ്റനിങ്, ആൻറ്റി ഏജിങ്, ആക്നെക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സ്കിന്ന്, അതിനൊക്കെ പറ്റുന്ന ഒരു സാധനമാണ്. നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് 30 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം. നമുക്ക് ഈ ഗ്രേപ്സിൻ്റെ സ്കിന്നൊക്കെ കൂടിയും നമ്മുടെ ഫേസിൽ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ തിക്ക് കൺസിസ്റ്റൻസി വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കോൺഫ്ലോർ ചേർക്കാം. ഈ ഓപ്പൺ പോസിന് ഇങ്ങനെ ലൂസായിട്ടുള്ള ഇടുന്നത് കുറച്ച് നന്നായിട്ടുണ്ടായിരിക്കും. ഇഫ് യു വാണ്ട് യു ക്യാൻ മേക്ക് ഇറ്റ് ലിറ്റിൽ മോർ തിക്ക്. ഇതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയുക. ഇത് ആക്നെയ്ക്കും ആൻറ്റി ഏജിങ്ങിനും ഓപ്പൺ സ്കാർസൊക്കെ ചുരുങ്ങാൻ വേണ്ടിയുമൊക്കെ നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ്. എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ ഹെർബലായിട്ട് ചെയ്യുന്നതുകൊണ്ട് അത് ഒത്തിരി തന്നെ ബെനിഫിഷ്യലാണ് നമ്മുടെ സ്കിന്നിന്. പക്ഷേ റെഗുലറായിട്ട് ഉപയോഗിക്കണം. റെഗുലറായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ, ബിക്കോസ് നമ്മളിത് കെമിക്കൽ ഒന്നും ഇടാതെ എടുക്കുന്ന ആയതുകൊണ്ട് റെഗുലർ യൂസിന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം തരികയുള്ളൂ. അതുകൊണ്ട് റെഗുലറായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഞാൻ പറയുന്നു, ക്ലീൻ ഫേസിൽ അപ്ലൈ ചെയ്യണം.
അടുത്ത പാക്കിലേക്ക് നമുക്ക് വേണ്ടത് ഗ്രേപ്സ്, മുൾട്ടാനി മിട്ടി, പിന്നെ കുറച്ച് റോസ് വാട്ടർ. ഗ്രേപ്സ് നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയും ഉടയ്ക്കാം കേട്ടോ. കൈകൊണ്ട് ഉടയ്ക്കുന്നെങ്കിൽ കൈകൊണ്ട് ഉടയ്ക്കാം. സോ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. നെക്സ്റ്റ് നമുക്കതിലേക്ക് മുൾട്ടാനി മിട്ടി ചേർക്കാം. നെക്സ്റ്റ് റോസ് വാട്ടറാണ്. കുറച്ച് റോസ് വാട്ടർ കൂടെ ചേർക്കാം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഫേസ് പാക്കായിട്ട്. ഇനി ഇത് ഭയങ്കര തിക്കായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റോസ് വാട്ടർ ഒഴിച്ചാൽ മതി. നമുക്ക് ഈ പാക്ക് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല തിക്കായിട്ടുള്ളൊരു പാക്കാണ്. ഇതും 30 മിനിറ്റ്സ് തന്നെ ഫേസിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ടൊരു 30 ഡേയ്സ് അപ്ലൈ ചെയ്യുക. മുൾട്ടാനി മിട്ടിക്കുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തുള്ള, നമ്മുടെ മുഖത്തുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലിനെ റിമൂവ് ചെയ്യും. ഫേസ് കുറച്ച് നല്ല ടൈറ്റൻ ആക്കും. അത് ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെയാണ്. ഫ്ലാക്സ് സീഡ് ഫേസ് ടൈറ്റൻ ആക്കും. പിന്നെ ഈ മുൾട്ടാനി മിട്ടി നമ്മുടെ പോസിനെ ഒക്കെ നല്ല ടൈറ്റാക്കി തരും. അടുത്തായിട്ട് നമ്മൾ കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ പൾപ്പ്, ആദ്യം കാണിച്ച ടൊമാറ്റോ ഞാൻ പൾപ്പാക്കി എടുത്തു. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഞാൻ ഈ ക്യാരറ്റ് അരച്ചിട്ട് വരാം. ക്യാരറ്റും മുന്തിരിയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ക്യാരറ്റും ഗ്രേപ്സും കൂടെ അരച്ചെടുത്താണിത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഇടാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ ജ്യൂസ് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി. മിക്സ് ഓൾ ദിസ് ടുഗദർ. സോ നന്നായിട്ട് മിക്സ് ചെയ്യാം. എപ്പോഴും ഞാൻ പറയുന്ന പോലെ എനിക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് എപ്പോഴും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കാറുള്ളത്. സോ യു ക്യാൻ അപ്ലൈ ഓൺ യുവർ ഫേസ്. ഒരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ്. സോ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. ഇടുന്നതിന് മുന്നേ ഉറപ്പായിട്ടും നിങ്ങൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത ഫേസിൽ തന്നെ ഇടണം. ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആയിട്ടൊരു 30 ദിവസം ഇട്ട് നോക്കൂ. നിങ്ങളുടെ ഓപ്പൺ പോഴ്സ് ഒക്കെ നിങ്ങൾക്ക് ചുരുങ്ങുന്നതായിട്ട് കാണാം. പിന്നെ ക്ലീൻ അല്ലാത്ത ഫേസിലിട്ട ഉറപ്പായിട്ടും ഓപ്പൺ പോഴ്സ് വീണ്ടും വലുതാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ ഇടാവുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും മെനോപോസ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്ന ആക്നെ അതെല്ലാം ക്യൂർ ചെയ്യാനായിട്ട് ഈ പാക്കുകളെല്ലാം തന്നെ, എക്സ്പെഷ്യലി ഗ്രേപ്സ്, ഓക്കെ, ഗ്രേപ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഗ്രേപ്പ് സീഡ് ഓയിൽ കൊണ്ടൊക്കെയുള്ള സിറമൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോകളിൽ കാണിച്ചു തരാം. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 30 ദിവസം ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ടിന്യൂ ചെയ്യണം. ഉടനെ നിർത്തരുത്. ഓക്കെ, എന്ത് നമുക്ക് പ്രയോജനം ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടിയല്ലോ, കുറച്ച് ഗ്ലോ കിട്ടിയല്ലോ എന്ന് നിർത്തരുത്. ഉറപ്പായിട്ടും നിങ്ങൾ സ്കിൻ കെയർ ചെയ്തുകൊണ്ടേയിരിക്കണം. സ്കിൻ കെയർ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള, ഡെലിക്കേറ്റഡായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ കടൽ പോലെ വാസ്റ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റുമാണ്. അതുകൊണ്ട് കെയർ ചെയ്യുക. നമ്മൾ ഇന്നീ കണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ഓപ്പൺ പോസ് കുറച്ച് ചുരുക്കാനും മെനോപ്പസ് പീരീഡിൽ വരുന്ന ആക്നെയെ കൺട്രോൾ ചെയ്യാനും, PCOD ഉള്ളവർക്ക് ആക്നെ വരും അല്ലേ, ഹോർമോൺ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന ആക്നെയാണ് അതെല്ലാം. നമുക്ക് മെനോപ്പസ് പീരീഡിലും PCOD ഒക്കെ ഉള്ളവർക്ക് ഹോർമോണിൻ്റെ ചേഞ്ച് നിറയെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് വരുന്ന ആക്നേസ് ആണ് അതെല്ലാം, അത് മനസ്സിലാക്കുക. പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് വറി ചെയ്യേണ്ട. ഇതുപോലെ ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റ്സുകൾ നമ്മൾ ഹെർബലായിട്ട് തന്നെ എടുക്കുമ്പോൾ നമുക്ക് സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ കെമിക്കലിൻ്റെ ഹാംഫുള്ളായിട്ടുള്ള
എഫക്റ്റ് നമ്മുടെ സ്കിന്നിലില്ലാതെ നമുക്ക് നല്ലൊരു സ്കിൻ കിട്ടും, ക്ലിയർ സ്കിൻ കിട്ടും ഉറപ്പായിട്ടും. ആക്നെയെക്കുറിച്ചും ഓപ്പൺ പോസിനെ കുറിച്ചുമാണ്. ഉറപ്പായിട്ടും നിങ്ങൾ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ്. ബി ഹൈഡ്രേറ്റഡ്, വെള്ളം കുടിക്കാൻ മറക്കരുത്. ഓക്കെ, വിഷുവൊക്കെ എല്ലാവരുടെയും വീട്ടിൽ നല്ല പ്രോസ്പെരിറ്റിയോടെ നിങ്ങൾ ആഘോഷിക്കാൻ റെഡിയായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി വിഷു. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ അടുത്ത് എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്.